നമസ്കാരം. നാവെടുത്താൽ നുണ പറയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. പറഞ്ഞതിനെ മാറ്റി പറയാൻ അവർക്ക് യാതൊരു ഉളുപ്പോ മനസാക്ഷിക്കുത്തോ ഉണ്ടാകാറുമില്ല. ഇത് ഡിജിറ്റൽ യുഗമാണെന്നും ഓരോ ചലനങ്ങളും വാക്കുകളും മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇവർക്കറിയില്ല. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറയുന്നതെല്ലാം അതേപടി വിഴുങ്ങുന്ന ഒരു കൂട്ടരുണ്ട്. അവരെയാണ് നമ്മൾ അന്തം കമ്മികൾ എന്ന് വിളിക്കുന്നത്. പിണറായി വിജയൻ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണെന്നുമൊക്കെ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. പിണറായിയെ വെളുപ്പിക്കാൻ നോക്കി മുമ്പത്തേക്കാളും അപഹാസ്യരായവരാണ് വി.എൻ. വാസവനും സജി ചെറിയാനും എ.കെ. ബാലനുമൊക്കെ. ഇപ്പോഴിതാ ആ കൂട്ടത്തിലേക്ക് പുതിയ ഒരാൾ കൂടി വന്നിരിക്കുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ സാക്ഷാൽ M.V. ഗോവിന്ദൻ. തൃശ്ശൂരിൽ നടന്ന സ്ത്രീശക്തി പരിപാടിയിൽ സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും പിണറായി വിജയനെക്കുറിച്ചുമൊക്കെയുള്ള പരോക്ഷ പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു. ഈ പരാമർശത്തെ വെളുപ്പിക്കാനായി കുമ്മായവും ചകിരി ബ്രഷുമായി എത്തിയിരിക്കുകയാണ് M.V. ഗോവിന്ദൻ. വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് കേട്ടാൽ ഒരുമാതിരിപ്പെട്ടവരൊക്കെ ചിരിച്ചു മയ്യത്താകും. കേട്ടോളൂ. പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ കറ പുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താനാകാത്തത്. നിങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, BJP-യും UDF-ഉം ആഗ്രഹിക്കാഞ്ഞിട്ടല്ല. പക്ഷേ ആഗ്രഹിച്ചാലും എത്താനാകാത്ത അത്രയും ദൂരത്താണ് അദ്ദേഹം. സൂര്യനെ പോലെ. അതാണ് കാര്യം. കരിഞ്ഞു പോകും. വിവരവും ബോധവുമുള്ള ഒരാളും പിണറായി വിജയനെക്കുറിച്ച് ഇത്തരത്തിൽ പറയില്ല. വാടിക്കൽ രാമകൃഷ്ണൻ വധക്കേസിലെ 1-ാം പ്രതി, പറയുന്നതിൻ്റെ നേർവിപരീതം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, പാർട്ടിയിലെ ഏകാധിപതി, മത്സരിക്കുന്നതിന് പ്രായപരിധി മാനദണ്ഡം കൊണ്ടുവരികയും അത് തനിക്ക് മാത്രം ബാധകമാക്കാതിരിക്കുകയും 1-ാം വട്ടം ജയിച്ചു വന്ന സ്വന്തം മരുമകനെ മന്ത്രിയാക്കുകയും പൊതുജനങ്ങളുടെ നികുതിപ്പണം ഒരു മനസാക്ഷിയുമില്ലാതെ ധൂർത്തടിക്കുകയും ചെയ്യുന്ന പിണറായി വിജയനെയാണ് M.V. ഗോവിന്ദൻ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് എന്നോർക്കണം. പിന്നീട് ഗോവിന്ദൻ പറഞ്ഞത് ഇങ്ങനെ: സ്വർണ്ണക്കടത്ത് നടക്കുന്നത് വിമാനത്താവളം കേന്ദ്രീകരിച്ചാണ്. അത് കൈകാര്യം ചെയ്യേണ്ടത് സംസ്ഥാനമല്ല, പൂർണ്ണമായും കേന്ദ്ര ഏജൻസികളാണ്. വിമാനത്താവളം അവരുടെ നിയന്ത്രണത്തിലാണ്. സ്വർണ്ണക്കടത്തിലെ പ്രതികളെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന കേസ് അന്വേഷിക്കാൻ കഴിഞ്ഞില്ല. കേരള പോലീസല്ല ആ പ്രതികളെ പിടിക്കേണ്ടത്. ഇതെല്ലാം മറച്ചുവെച്ച് ആളെ പറ്റിക്കാൻ പൈങ്കിളി രീതിയിൽ വർത്തമാനം പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും സ്വർണ്ണക്കടത്ത് കേസ് തെളിയിക്കാൻ കഴിയാത്തത് എന്ന് കേന്ദ്രം പറയുന്നില്ല. M.V. ഗോവിന്ദൻ്റെ ഈ ആരോപണത്തിൽ കഴമ്പുണ്ട്. ഉത്തരം പറയേണ്ടത് BJP നേതാക്കളാണ്. ജനങ്ങൾ വെറും പൊട്ടന്മാരല്ലല്ലോ. അവർക്ക് ഇതറിയണം. 250 രൂപ പെറ്റി അടയ്ക്കാത്ത കൂലിപ്പണിക്കാരനെ വീട് വളഞ്ഞു പിടിച്ച് കൂമ്പിടിച്ച് പാട്ടുന്ന നാട്ടിൽ അധികാരമുള്ളവന് എന്തും ചെയ്യാമെന്നുള്ള ഹുങ്ക് നല്ലതല്ലല്ലോ. തുടർന്ന് M.V. ഗോവിന്ദൻ പറയുന്നത് ഇങ്ങനെ: നയതന്ത്ര ബാഗേജിലാണ് സ്വർണം വന്നത്. അങ്ങനെയല്ല എന്നാണ് കേന്ദ്രമന്ത്രി V. മുരളീധരൻ പറഞ്ഞത്. രാജ്യത്തിൻ്റെ സുരക്ഷ അപകടപ്പെടുത്തിയാലും പ്രശ്നമില്ലെന്ന രീതിയിലാണ് BJP പ്രചാരണം നടത്തുന്നത്. സ്വർണ്ണക്കടത്തിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും കേന്ദ്രത്തിനാണ്. മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമത്തിന് അടിസ്ഥാനമില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞത് രാമക്ഷേത്രത്തെക്കുറിച്ചാണ്. അതിങ്ങനെ: ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന CPM പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് നിലപാട് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് വർഗീയ നിലപാടിൽ നിന്ന് മാറാൻ തയ്യാറല്ല. വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ മതനിരപേക്ഷ നിലപാടിലൂടെ ഇന്ത്യ മുന്നണിക്ക് കഴിയണം. രാമക്ഷേത്ര നിർമ്മാണത്തെ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള BJP-യുടെ ശ്രമം കോൺഗ്രസ് തിരിച്ചറിയണം. സ്ത്രീകൾക്കെതിരെ രാജ്യത്ത് കടന്നാക്രമണം നടക്കുമ്പോഴാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുന്നത്. രാമക്ഷേത്ര ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് അവരുടെ കാര്യം. രാജ്യത്ത് നിന്ന് അടിച്ചുവാരി ഇങ്ങ് മൂലയ്ക്ക് കൊണ്ടുവച്ചിരിക്കുന്ന CPM-ന്റെ പാർട്ടി സെക്രട്ടറി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ഗോവിന്ദൻ അറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയാൻ രാജ്യത്ത് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനം കേരളം തന്നെയാണ്. കാരണം സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ കൂടുതലും കേരളത്തിലാണ്. ഡ്യൂട്ടി ഡോക്ടർക്ക് പോലും രക്ഷയില്ലാത്ത, പിഞ്ചു കുഞ്ഞുങ്ങൾക്കും വന്ധ്യവയോധികർക്കും പോലും രക്ഷയില്ലാത്ത കേരളത്തിലല്ലാതെ എവിടെയാണ് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയേണ്ടത്? കേരളത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്ക് ഗോവിന്ദനൊന്ന് പരിശോധിക്കണം. എന്നിട്ട് ആ കണക്ക് രാജ്യത്തേതുമായി താരതമ്യപ്പെടുത്തി നോക്കണം. കാര്യം പിടികിട്ടും. പിന്നീട് ഗോവിന്ദൻ തുടരുന്നത് ഇങ്ങനെ: തൃശ്ശൂർ ലോക്സഭാ സീറ്റ് BJP തൊടാൻ പോകുന്നില്ല. കേരളത്തിൽ സീറ്റ് നേടുമെന്ന് എത്രയോ കൊല്ലമായി BJP പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30-ലധികം സീറ്റുകൾ നേടുമെന്നാണ് പറഞ്ഞത്. കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റും BJP നേടാൻ പോകുന്നില്ല. ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശത്രു മതനിരപേക്ഷതയ്ക്കെതിരെ നീങ്ങുന്ന BJP ആണെന്ന് നാടിനറിയാം. വർഗീയ ധ്രുവീകരണമാണ് BJP ലക്ഷ്യമിടുന്നത്.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേടുമെന്ന് കണക്ക് കൂട്ടിയ സീറ്റുകളുടെ കണക്ക് ഗോവിന്ദൻ പൊതുവേദിയിൽ പറയുന്നത് ഇപ്പോഴും യൂട്യൂബിൽ കേൾക്കാം. കേരളയിൽ വന്നാൽ ഷൊർണൂരിൽ നിന്ന് അപ്പക്കച്ചവടക്കാർ കൊച്ചിയിൽ വന്ന് കച്ചവടം നടത്തുന്നതിൻ്റെ മെച്ചം ഗോവിന്ദൻ പറയുന്നതും നമ്മൾ കേട്ടതാണ്. വട്ടപൂജ്യത്തിൽ നിന്നാണ് BJP തുടങ്ങിയത്. ആ വട്ടപൂജ്യത്തിൽ നിന്ന് തുടങ്ങിയ BJP ആണ് രാജ്യം രണ്ടാം വട്ടവും ഭരിക്കുന്നത് എന്നും രാജ്യത്തെ പ്രബല കക്ഷിയായി BJP വളർന്നെന്നും CPM എന്ന പാർട്ടിയെ അടുത്ത ജനങ്ങൾ ബംഗാളിലും ത്രിപുരയിലും നിന്ന് തല്ലി ഓടിച്ചതാണെന്നും അതിപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നും കേരളത്തിലും CPMന് അധികം നാളുകളില്ല എന്നും വിവരവും ബോധവുമുള്ള ആരെങ്കിലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു. പിന്നെ വർഗീയത പറയുന്നതും വർഗീയ ധ്രുവീകരണം നടത്തുന്നതും ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അത് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് നന്നായി അറിയാം. എന്തായാലും പിണറായി വിജയനെ വെളുപ്പിക്കാൻ നോക്കി സ്വയം കോമാളിയാകരുത് എന്ന് മാത്രമേ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയോട് പറയാനുള്ളൂ.